ഹായ് ഫ്രണ്ട്സ്, ഏത് ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ഈ റൂം പഴയ പോലെ തന്നെ റീ അറേഞ്ച് ചെയ്തോളണം എന്ന് പറയുമ്പോൾ സോറി, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഈ മുറി നിങ്ങളുടേത് മാത്രല്ലെന്ന് നിങ്ങൾ കൂടെ മറന്നു വന്നു അശ്വിൻ സാർ. ഇതിപ്പോ എനിക്കൂടെ അവകാശപ്പെട്ടാന്ന് പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ലേ. തുടർന്ന് മനോരമയാണെങ്കിൽ പ്രീതിയോട് പറയുന്നുണ്ട്, ദിവസം പ്രതി ശ്രുതിയുടെ പെരുമാറ്റം വളരെ മോശമായി വരിക, ഇത് അവളോട് നീ ഒന്ന് പറയണമെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇത് ആന്റിക്ക് തന്നെ അവളോട് പറയാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ നോക്കട്ടോ. തർക്കുത്തരം പറയുവാണടി. നിന്റെ ശ്രുതിയും അശ്വിൻ സാറും തമ്മിൽ ഒരു ഡാർക്ക് സൈൻ ഉണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിച്ച് നീ എന്നോട് പറയണം. നിനക്ക് എൻ്റെ മനസ്സിലുള്ള സ്ഥാനം എൻ്റെ മരുമോളുടേതായിരിക്കും, അല്ലെങ്കിൽ വെറും ഒരു സർവന്റിന്റെ റോൾ മാത്രമായിരിക്കും എന്ന് പറയണേ. പിന്നീട് ശ്രുതി ബാത്റൂമിൽ കയറുന്നതും ഒരു പാറ്റയെ കണ്ടിട്ട് ആർത്ത് വിളിക്കുകയാണേ. അപ്പോഴേക്കും അഞ്ജലിയും അശ്വിനും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അശ്വിനും പാറ്റയൊക്കെ പേടിയാണേ. അപ്പൊ ബാത്റൂമില് അശ്വിൻ കയറുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് മാത്രല്ല അപ്പൊ നിങ്ങൾക്കും പാറ്റയെ പേടിയുണ്ട്, ഈ ശ്രുതിയെയും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അഞ്ജലി കുറെ റോസാപ്പൂക്കൾ എടുക്കുന്നുണ്ട്, അതിൽ നിന്ന് ശ്രുതിയും എടുക്കുന്നുണ്ട്. എന്താ ശ്രുതി, നീ ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ സന്തോഷിക്കാതിരിക്കുക അഞ്ജലി ചേച്ചി, അശ്വിൻ സായിറാമിന് ഉഗ്രനൊരു ട്രീറ്റ് കൊടുത്തിരിക്കല്ലേ, അതിന്റെ സന്തോഷ എന്ന് പറഞ്ഞിട്ട് ആ റോസാപ്പൂക്കൾ ഇങ്ങനെ എടുക്കുന്ന നേരത്ത് ശ്യാം ഇങ്ങനെ ശ്രുതിയെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്